ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ പ്രധാന സർപ്പാരാധനാ കേന്ദ്രങ്ങളിലൊന്നായ വടമ പാമ്പുമേക്കാട്ട് മനയിൽ വൃശ്ചികം 1 ദർശനത്തിനായി ആയിരങ്ങളെത്തി. സങ്കീർണമായ മാലിന്യ പ്രശ്നം മാള ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളിയാകും. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കോൺഗ്രസ് CPI പ്രവർത്തകരായ സഹോദരങ്ങൾക്ക് നേരെ ആക്രമണം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ പ്രധാന സർപ്പാരാധനാ കേന്ദ്രങ്ങളിലൊന്നായ വടമ പാമ്പുമേക്കാട്ട് മനയിൽ വൃശ്ചികം 1 ദർശനത്തിനായി ആയിരങ്ങളെത്തി. വ്രതശുദ്ധിയുടെ നാളുകളായ മണ്ഡലമാസത്തിന് തുടക്കം കുറിച്ച് നിരവധി അയ്യപ്പന്മാരാണ് രാവിലെ മുതൽ മനയിലെത്തിയത്. പുലർച്ചെ മുതൽ ദർശനത്തിനായി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ മുതൽ തന്നെ 1 കിലോമീറ്ററോളം നീണ്ട നിര ഉണ്ടായിരുന്നു. മനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ വൃശ്ചികം 1 സർപ്പാരാധനയ്ക്കായി ആയിരങ്ങളാണ് എത്തിയത്. സർപ്പബലിയും കദളിപ്പഴ നിവേദ്യവുമാണ് മനയിലെ പ്രധാനപ്പെട്ട വഴിപാട്. കൂടാതെ വെള്ള നിവേദ്യം, കൂട്ടുപായസം, പാൽപായസം, മഞ്ഞൾ പൊടി ചാർത്തൽ, വിളക്കുവെക്കൽ, നാഗപ്രതിഷ്ഠ, പുഷ്പാഞ്ജലി, പ്രതിമ പൂജ, അഭിഷേകം, തുലാഭാരം, ചോറൂണ എന്നിവയാണ് മറ്റു വഴിപാടുകൾ. കാവുകളും വൻ വൃക്ഷങ്ങളും നിറഞ്ഞ മനയിലെ കിഴക്കിനിയിലാണ് നാഗസാന്നിധ്യമുള്ളതെന്നാണ് വിശ്വാസം. മനയിലെ ആചാരമനുസരിച്ച് മലയാള മാസം 1-ാം തീയതി എല്ലാ വിഭാഗം ഭക്തർക്കും ദർശനം അനുവദിക്കുന്നുണ്ട്. കൂടാതെ കന്നിമാസത്തിലെ ആയില്യം, മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങൾ, മേടമാസം 10-ാം തീയതി എന്നീ ദിവസങ്ങളിലാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും കിഴക്കിനിയിൽ ദർശനത്തിന് അനുവദിക്കുന്നത്. വിശേഷാൽ പൂജകൾക്ക് മനയിലെ കാരണവർ ശ്രീധരൻ നമ്പൂതിരി, ജാതവേദൻ നമ്പൂതിരി, വല്ലഭൻ നമ്പൂതിരി, ശങ്കരനാരായണൻ നമ്പൂതിരി, നാഗരാജൻ നമ്പൂതിരി എന്നിവരാണ് കാർമ്മികത്വം വഹിച്ചത്. തിരക്ക് നിയന്ത്രിക്കാൻ മനയിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെയും സേവാഭാരതി പ്രവർത്തകരുടെയും സേവനം ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. മാള എക്സൈസ് ഉദ്യോഗസ്ഥർ മനയിലെത്തിയവർക്ക് സംഭാരവും ബോധവൽക്കരണ ലഘുലേഖയും വിതരണം ചെയ്തു. വടമ പാമ്പുമേക്കാട്ട് മനയിൽ തിരക്ക് നിയന്ത്രിക്കാൻ പതിവ് തെറ്റിക്കാതെ സേവാഭാരതി പ്രവർത്തകരുടെ സേവനം ശ്രദ്ധേയമായി. മനയിലെത്തിയ ആയിരക്കണക്കിന് ഭക്തരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ 100ഓളം സേവാഭാരതി പ്രവർത്തകരാണ് സേവനം ചെയ്തത്. പുലർച്ചെ മുതൽ സൗജന്യ സേവനവുമായി ഇവർ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും സേവാഭാരതിയുടെ മാള മേഖലാ കമ്മിറ്റിയാണ് മനയിലെ തിരക്ക് നിയന്ത്രിക്കാൻ പ്രവർത്തിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് പുറമെ ഭക്തർക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നതിലും സേവാഭാരതി പ്രവർത്തകരുടെ സേവനം ഉണ്ടായിരുന്നു. സേവാഭാരതി നേതാക്കളായ TK വേണുഗോപാൽ, VD അംബുജാക്ഷൻ, KC നടേശൻ, PN അശോകൻ, KV രാജഗോപാൽ, AN ജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് 100ഓളം പ്രവർത്തകർ സേവനം ചെയ്തത്. പാമ്പുമേക്കാട്ട് മനയിൽ തിരക്ക് നിയന്ത്രിക്കാനും ക്രമസമാധാന പാലനത്തിനും പോലീസിന്റെ ജാഗ്രത. പുലർച്ചെ മുതൽ ഗതാഗത നിയന്ത്രണത്തിനും ക്രമസമാധാന പാലനത്തിനും മാള CIയുടെ നേതൃത്വത്തിൽ പോലീസിന്റെ സേവനം ഉണ്ടായിരുന്നു. മനയിലേക്ക് എത്തിയ ഭക്തർക്ക് മാള എക്സൈസ് സംഘം പതിവ് പോലെ സംഭാരം വിതരണം ചെയ്തു. കൂടാതെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ നോട്ടീസും വിതരണം ചെയ്തു. മാള ഹെൽത്ത് ഇൻസ്പെക്ടർ TP സജീവിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. സങ്കീർണമായ മാലിന്യ പ്രശ്നം മാള ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളിയാകും. റിപ്പോർട്ട്. മാളയിലെ മാലിന്യ സംസ്കരണം ഏതാനും നാളായി പ്രതിസന്ധിയിലാണ്. മാളയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം സംസ്കരണശാലയുടെ പരിസരത്ത് കൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാലിന്യം ശേഖരിക്കുന്ന നടപടിയും ഏതാനും ദിവസമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സംസ്കരിക്കാനുള്ള ശേഷിയേക്കാൾ വളരെ കൂടുതൽ മാലിന്യം എത്തുന്നതാണ് ഇന്നത്തെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം. മാലിന്യത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് വരും നാളുകളിൽ ഭരണപക്ഷത്തിന് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. പഞ്ചായത്തിൽ LDF നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടി വരുന്നത് മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളായിരിക്കും. ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് സർവകക്ഷി യോഗം വിളിക്കാനും LDF ആലോചിക്കുന്നുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതലാണ് മാലിന്യ സംസ്കരണം പൂർണ്ണമായി സ്തംഭിച്ചത്. എന്നാൽ ഏറെ നാളായി മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിലാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. അളവിൽ കൂടുതൽ മാലിന്യം എത്തിയതോടെ മാലിന്യം സംസ്കരിക്കാനാകാതെ കുന്നുകൂടിയിരിക്കുകയാണ്. സംസ്കരണശാലയ്ക്ക് സമീപം മാലിന്യം കുന്നുകൂടിയതോടെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന ആശങ്കയിലാണ്. മാലിന്യം സംസ്കരിക്കാൻ ശേഷി കൂടിയ സംവിധാനം ഒരുക്കാനുള്ള സാധ്യതയും ഇല്ലെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനത്തെ സർക്കാർ നിരുത്സാഹപ്പെടുത്തുകയാണ്.
മാലിന്യം ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കണമെന്ന നിലപാടാണ് നിലവിലുള്ളത്. മാലിന്യം ശേഖരിക്കുന്നത് പഞ്ചായത്ത് പ്രവർത്തനത്തിന്റെ ഭാഗമാക്കിയപ്പോഴാണ് വ്യാപാരികളും പൊതുജനങ്ങളും കൂടുതലായി നിക്ഷേപിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഭരണസമിതിയും മാലിന്യ സംസ്കരണ പ്രശ്നത്തിൽ നിരവധി ഘട്ടങ്ങളിൽ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മാലിന്യത്തിന്റെ അളവ് കുറച്ച് ഇപ്പോഴുള്ള സംസ്കരണ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നിർദ്ദേശവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് MCV ന്യൂസ്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കോൺഗ്രസ് CPI പ്രവർത്തകരായ സഹോദരങ്ങൾക്ക് നേരെ ആക്രമണം. സംഭവത്തിൽ പരിക്കേറ്റ മണ്ണാറത്താഴം സ്വദേശി വാൽത്തറ ഷിബു, ഗണേശൻ എന്നിവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാവിൽക്കടവിൽ നിൽക്കുമ്പോൾ BJP പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് ഇരുവരും പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. മാള പഞ്ചായത്തിലെ മാരേക്കാട് LP സ്കൂളിലെ കുട്ടികളുടെ ചാർട്ട് പേപ്പറുകൾ കത്തിച്ച നിലയിൽ കണ്ടെത്തി. രാവിലെ സ്കൂളിലെത്തിയ കുട്ടികളാണ് 2ാം ക്ലാസ്സിലെ ചാർട്ട് പേപ്പറുകൾ കത്തിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് സ്കൂൾ അധികൃതരും PTA പ്രസിഡന്റ് AK സുഹൈൻ, വാർഡ് മെമ്പർ ഷെയ്ഖ് ബാബു എന്നിവരും ചേർന്ന് മാള പോലീസിൽ പരാതി നൽകി. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വിശ്രമ കേന്ദ്രം ഒരുക്കി. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് 25ാം വർഷവും വിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന വേളയിൽ ആദരിക്കുന്ന 25 ഗുരുസ്വാമികൾ, അതുപോലെ ഇവിടെ ഈ കാലഘട്ടങ്ങളിൽ നടത്തിപ്പോന്നിരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി സത്യധർമ്മൻ അടികൾ, പ്രൊഫസർ ഭാർഗവൻ പിള്ള, TS സുന്ദരേശൻ, MA ഉഷ, ബിന്ദു പ്രദീപ്, ജീവൻ നാലുമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വൃശ്ചിക പുലരിയിൽ അമരിപ്പാടം കൂട്ടായ്മയുടെ കൊയ്ത്തുത്സവം ആവേശമായി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ 16ാം വാർഡ് അമരിപ്പാടത്ത് സ്വയം തൊഴിൽ സംഘമാണ് കൃഷി ഇറക്കിയത്. തരിശു കിടന്ന 1.5 ഏക്കർ സ്ഥലത്താണ് കൂട്ടായ്മ കൃഷി ചെയ്ത് കൊയ്ത്ത് നടത്തിയത്. വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. KS മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രീതി സുരേഷ്, MK മോഹനൻ, പ്രസന്ന അനിൽകുമാർ, ഷാജി ആറ്റാശ്ശേരി, ഷീല സജീവൻ, VR കൃഷ്ണൻ, VR ഉണ്ണികൃഷ്ണൻ, VM റൌഫ് എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ണുവാനുള്ള അരി ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള പാടശേഖരങ്ങൾ ഇപ്പോഴും നമ്മുടെ പ്രദേശത്തുണ്ട്. കുറേ പാടശേഖരങ്ങളൊക്കെ നികത്തപ്പെട്ടെങ്കിലും ഇനിയും അവശേഷിക്കുന്നത് നമ്മളത് കളയാതെ കൃഷി ഇറക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇന്നുള്ള അന്തരീക്ഷത്തെ നമുക്ക് മാറ്റാൻ കഴിയും. കേന്ദ്ര സർക്കാർ സഹായത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഡോൺ ബോസ്കോ മാള പടമാടൻ സ്റ്റഡി സെന്ററിൽ സൗജന്യ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചു. TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. KK രതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിർമ്മൽ C പാത്താടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയചന്ദ്രൻ, CI M സുരേന്ദ്രൻ, P അബ്ദുൾ മജീദ്, ഡെൻസി മൊറോറോ, PM ഹംസ, സാബു ബാലചന്ദ്രൻ, വത്സല ചന്ദ്രബോസ്, ജോസഫ് പടമാടൻ, VK ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയിൽ ചേരുന്നവർക്ക് സ്റ്റൈഫൻഡ് നൽകുന്നതാണ്. കോട്ടപ്പുറം വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലെ മികച്ച വിദ്യാലയമായി തെരഞ്ഞെടുത്ത സെയിന്റ് ആൽബന LP സ്കൂളിൽ വിജയാഘോഷം നടത്തി. ഫാദർ തോമസ് പാടാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. രാജൻ കോട്ടപ്പുറം സമ്മാന വിതരണം നിർവഹിച്ചു. ടിൻഡു ജോഷി അധ്യക്ഷത വഹിച്ചു. KJ മാഗി, ET ടൈസൺ, മിനി ജോർജ്, CA മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. ദൗത്യം കൂടി ഇതിന്റെ സംവിധായകൻ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അഭിനേത്രിയെ കൂടി ഈ വിദ്യാലയത്തിലൂടെ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനിയും ഇവിടെ അങ്ങോട്ടുള്ള ജീവിത കാലഘട്ടങ്ങളിൽ നല്ല അഭിനയം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത് മത്സരരംഗത്ത് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിഷ്കളങ്കമായ ഒരു അവതരണ രീതിയാണ് നിങ്ങളുടെ കൊച്ചു സിനിമ ജയിക്കുന്ന സിനിമ ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിലേക്ക് സ്വതന്ത്ര ഭാരതത്തിന്റെ പതാക എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കുന്നത് മറ്റൊരു കുട്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് സ്വതന്ത്ര പതാക, ഭാരതത്തിന്റെ ദേശീയ പതാക പകർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ നന്മയെ സംരക്ഷിക്കാനുള്ള ബാധ്യത എന്റെ കൊച്ചുമക്കൾക്കാണ്, കുട്ടികൾക്കാണ്. കോണത്തുകുന്ന കൊടക്കാപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദീപസ്തംഭ സമർപ്പണം നടത്തി. ക്ഷേത്ര ഊരാളൻ മേച്ചേരി മനക്കൽ നീലകണ്ഠൻ നമ്പൂതിരി ദീപസ്തംഭം ഏറ്റുവാങ്ങി. ശങ്കരൻ നമ്പൂതിരി, രാമൻ നമ്പൂതിരി എന്നിവർ ദീപം തെളിയിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ദീപസ്തംഭം സമർപ്പിച്ചത്. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ഓം ശ്രീ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പിച്ചു. ഇതോടനുബന്ധിച്ച് കൃഷ്ണകല കൂപ്പൺ വിതരണവും നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് PK സത്യശീലൻ ഉദ്ഘാടനം ചെയ്തു.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യയുടെ 27 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ കാരുണ്യയുടെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു അഭിമാനത്തിന്റെ ധന്യ നിമിഷമാണ്. നടുമുറി ബാബുശാന്തി, AV സുരേന്ദ്രൻ, EB വത്സകുമാർ, KM ബാലൻ, TG ശശീന്ദ്രൻ, KR ജൈത്രൻ, ശാലിനി വെങ്കിടേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണൻകോട്ട കല്ലറയ്ക്കൽ സെബാസ്റ്റ്യൻ ഭാര്യ സ്റ്റെല്ല നിര്യാതയായി. 57 വയസ്സായിരുന്നു. കൃഷ്ണൻകോട്ട കല്ലറയ്ക്കൽ ജൂസ ഭാര്യ സിസിലി നിര്യാതയായി. 83 വയസ്സായിരുന്നു. KSEB അറിയിപ്പ്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ KSEB പുത്തൻവേലിക്കര സെക്ഷന്റെ പരിധിയിലുള്ള അത്തിക്കടവ്, പൊയ്യ സെന്റർ, കൃഷ്ണൻകോട്ട, പാലത്തിങ്കൽ, കാർത്തികക്കാവ്, പുളിപ്പറമ്പ് പടിഞ്ഞാറ്, കൈതച്ചിറ എന്നിവിടങ്ങളിൽ 18 രാവിലെ 9:30 മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. VFPCKയുടെ നേതൃത്വത്തിൽ 18 രാവിലെ 10 മുതൽ മാള വ്യാപാര ഭവൻ പരിസരത്ത് വെച്ച് സൗജന്യ നിരക്കിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നു. സ്വർണം നിരക്ക്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 2405 രൂപ, പവന് 19,240 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ പ്രധാന സർപ്പാരാധനാ കേന്ദ്രങ്ങളിലൊന്നായ വടമ പാമ്പുമേക്കാട്ട് മനയിൽ വൃശ്ചികം 1 ദർശനത്തിനായി ആയിരങ്ങളെത്തി. സങ്കീർണമായ മാലിന്യ പ്രശ്നം മാള ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളിയാകും. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കോൺഗ്രസ് CPI പ്രവർത്തകരായ സഹോദരങ്ങൾക്ക് നേരെ ആക്രമണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.